A2Z ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മാറാലച്ചോല് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു സൈക്കിൾ ട്യൂബാണ്. പഴയൊരു സൈക്കിൾ ട്യൂബ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ കനം കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഈ അളവിൽ തന്നെ നമുക്കൊരു 2 പീസും കൂടെ വേണം. മൊത്തത്തിൽ നമുക്കൊരു 3 പീസ് വേണം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലത്തെ 3 പീസ്. ഇനി നമുക്ക് വേണ്ടത് ഈർക്കലാണ്. അത്യാവശ്യം നല്ല നീളമുള്ള ഈർക്കൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കമ്പ്, നല്ല നീളമുള്ള ഒരു കമ്പും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ഈർക്കലെടുത്ത് ഈ രീതിയിലാട്ടോ വെക്കുന്നത്. ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഇത്ര നീളത്തിലാണ് ഞാൻ വെച്ച് കെട്ടാൻ പോകുന്നത്. കാണാമല്ലോ, ഈ ഒരു നീളത്തിൽ. ആ കമ്പിൻ്റെ ചുറ്റിനും എത്തുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ കറക്കി എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഈർക്കൽ ആക്കി കൊടുക്കണം. കുറവാണെങ്കിൽ ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ട്യൂബ് ഉപയോഗിച്ച് കെട്ടാം. സൈക്കിൾ ട്യൂബ് ഉപയോഗിച്ച് കെട്ടാം. കെട്ടുമ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം. ലൂസ് ആവാതെ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം. ഇനി വേണ്ടത് നമുക്കൊരു ആണിയാണ്. ഈ ആണി കൂടെ നമുക്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ ആണി അടിച്ചു കൊടുക്കുമ്പം ആ കമ്പി കയറുന്ന രീതിയിൽ വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴേ നല്ല ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. ആ കമ്പിലും കൂടെ ആണി കയറണം. ഓക്കെ, നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ അടുത്ത ഈർക്കിൽ വരുന്നത്. അപ്പോഴേ നമ്മൾ ഈർക്കിൽ വിരിഞ്ഞ് നിൽക്കത്തുള്ളൂ. ഏകദേശം ഇത്രയും ഇതിലാണ് വെച്ചേക്കുന്നത്. കാണാമല്ലോ, ഇത്രയും താഴെയാണ് ഈർക്കിൽ ഇറക്കി വെച്ച് കൊടുത്തേക്കുന്നത്. ഇതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഈർക്കിൽ വെച്ച് കൊടുക്കണം. ഇതേപോലെ കറക്കി കൊടുത്ത് റോൾ ചെയ്താൽ മതി, അത് കറക്റ്റ് ആയിക്കോളും. വീണ്ടും ഈ രീതിയിൽ തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇനി ആണി അടിച്ചു കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെയാണ് അടുത്തത് നമ്മൾ ചെയ്യുന്നത്. അത് ഇതേപോലെ കവറായിട്ടിരിക്കണം. അല്ലാതെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ കവറായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ എപ്പോഴും ഓർക്കുക, നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം. എന്നാൽ മാത്രമേ ഈർക്കൽ അഴിഞ്ഞു പോകാതിരിക്കത്തുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ ആദ്യം ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ആദ്യത്തെ തവണ കെട്ടുമ്പോഴും. ഓക്കെ, നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അഴിഞ്ഞു പോകുക നമ്മൾ പേടിക്കുകയോ വേണ്ട. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇതേപോലെ വിരിഞ്ഞ് നിൽക്കും. ഇനി നമുക്കൊന്ന് അടിച്ചും കൂടെ നോക്കാം. ഇപ്പോൾ സംഭവം വർക്കായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.